ഞാൻ സുലേഖാസക്കീർ ഞാനിന്നിവിടെ നല്ലൊരു സ്പൈസി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുക്കറിലിട്ടാണ് ബീഫ് വേവിച്ചെടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, കറിവേപ്പില ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ബീഫിൽ തന്നെ ധാരാളം വെള്ളമുണ്ട്. അപ്പോൾ ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള വെള്ളം നമ്മളൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ കുക്കറിൻ്റെ മൂടി തുറന്ന് വച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോൾ വെള്ളമൊക്കെ വറ്റി കിട്ടും. ഇനി ഒരു പരന്ന ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് രണ്ടായിട്ട് മുറിച്ചെടുത്ത പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതും കുറച്ച് നേരം അതിൽ കിടന്ന് ഒന്ന് പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. അപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. ഫ്രൈ ആയതുകൊണ്ട് മല്ലിപ്പൊടി കുറച്ച് മതി. പിന്നെ മുളക് പൊടി എരിവിനനുസരിച്ച് ഇടുക. ഞാനിവിടെ കുറച്ച് ഇടുന്നുള്ളൂ, നേരത്തെ കുരുമുളക് പൊടി ഇട്ടതുകൊണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം വീണ്ടും കുറച്ച് നേരം ആ വെളിച്ചെണ്ണയിലും സവാളയിലും കിടന്ന് ഒന്ന് ചൂടാക്കി എടുക്കണം, അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ. അപ്പോൾ നന്നായിട്ട് പൊടികളെല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് വീണ്ടും കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. എരിവ് കൂടുതൽ വേണവർക്ക് കൂടുതൽ മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് വെള്ളം വറ്റിച്ചെടുത്ത ബീഫ് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒന്ന് വറ്റാനുണ്ട്, അത് അതിൽ കിടന്ന് ശരിയായിക്കോളും. അപ്പോൾ ബീഫും മസാലയും കൊണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് മൂടി വെച്ചിട്ടൊന്ന് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണയിലും ബീഫിൻ്റെ നെയ്യിലൊക്കെ ഇടുന്ന് ഇങ്ങനെ നന്നായിട്ട് ഫ്രൈ ആയിക്കോളും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആദ്യത്തെ പോലെ വീണ്ടും ഇതെല്ലാം ഒരുമിച്ച് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുക. ബീഫ് വെന്താണ്, പക്ഷെ നന്നായിട്ട് ഫ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്കിത് കൂടുതൽ സമയം ഇതേപോലെ മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് വീണ്ടും മാറിക്കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് സമയം വെച്ചോളൂ. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.